പി.കെ. ശ്രീമതിയെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് വിലക്കി പിണറായി വിജയൻ. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല. സംസ്ഥാനത്ത് ഇളവൊന്നും നൽകിയിട്ടില്ലെന്ന് ശ്രീമതിയോട് പിണറായി അറിയിക്കുകയായിരുന്നു. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, എന്താണ് വിശദാംശങ്ങൾ? സിപിഎമ്മിന്റെ പ്രായപരിധി നിബന്ധനയെ തുടർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കിയ നേതാവാണ്. കഴിഞ്ഞ സമ്മേളനം തന്നെ ഒഴിവായ നേതാവാണ് പി.കെ. ശ്രീമതി. കേന്ദ്ര കമ്മിറ്റിയിലും അവർ സ്വാഭാവികമായും ഒഴിവാക്കപ്പെടുമെന്നായിരുന്നു ആദ്യം ധാരണ. എന്നാൽ പാർട്ടി കോൺഗ്രസിന്റെ അവസാന ദിവസങ്ങളിൽ ശ്രീമതിയെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്താൻ തീരുമാനിക്കുകയായിരുന്നു. അവർ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ അധ്യക്ഷ എന്ന നിലയിലാണ് അവരെ കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാൻ അനുമതി നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പൊളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും തുടരാൻ ഉള്ള അനുമതി, അതിന് തുടർച്ച നൽകാൻ തീരുമാനിച്ചു. അതിനുശേഷം നൽകിയത് പി.കെ. ശ്രീമതിക്കാണ് അത്തരമൊരു ഇളവ് കിട്ടിയത്. മറ്റൊരാൾ കശ്മീരിൽ നിന്നുള്ള നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയാണ്. പി.കെ. ശ്രീമതി കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. സ്വാഭാവികമായും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാം. അവർ ഇവിടെ ആ ഘടകത്തിലുണ്ടോ എന്നുള്ളത് പ്രശ്നമല്ല. നേരത്തെയും കെ ശൈലജ അടക്കമുള്ള നിരവധി നേതാക്കൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോഴും CS സുജാതയെ പോലുള്ള നേതാക്കളൊക്കെ ആ രീതിയിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കെ സരീക പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അവരും ആ രീതിയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ പി.കെ. ശ്രീമതി കഴിഞ്ഞ 19-ാം തീയതി ചേർന്ന സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇവിടെ പ്രത്യേക ഇളവൊന്നും നൽകിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നൊരു വിചിത്രമായ നിലപാടാണ് പിണറായി വിജയൻ ശ്രീമതിയെ അറിയിച്ചത്. അപ്പോൾ പി.കെ. ശ്രീമതി പറഞ്ഞു, എം.വി. ഗോവിന്ദനോടും അതുപോലെ തന്നെ എം.വി. ഗോവിന്ദനോടും എം.എ. ബേബിയോടും ജനറൽ സെക്രട്ടറി സംസാരിച്ചിരുന്നു. പങ്കെടുക്കാമെന്നവർ പറഞ്ഞതനുസരിച്ചാണ് സെക്രട്ടറി വന്നതെന്ന് പി.കെ. ശ്രീമതി വിശദീകരിച്ചു. പക്ഷേ ആ കേന്ദ്ര കമ്മിറ്റിയുടെ ഇളവ് അവിടത്തേക്ക് മാത്രമാണ്, ഇവിടെ അത് ബാധകമല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി മറ്റു നേതാക്കളും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ പി.കെ. ശ്രീമതി ആ സെക്രട്ടറിയിൽ പങ്കെടുക്കാതെ മടങ്ങിപ്പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ അവർ പങ്കെടുത്തില്ല. അത് അവരുടെ ഭാഗത്തു നിന്ന് വിശദീകരണം വരുന്നത് അവർ എറണാകുളത്ത് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഇവിടെ പങ്കെടുക്കാൻ എത്തിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ അവർ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സെക്രട്ടേറിയറ്റിൽ പി.കെ. ശ്രീമതി പങ്കെടുത്തിരുന്നില്ല. അത് പിണറായിയുടെ ഈ വിലക്ക് കാരണമാണ്. സാധാരണമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കാനുള്ള അനുമതിയുണ്ട്. പി.കെ. ശ്രീമതിയെ മധുര പാർട്ടി കോൺഗ്രസ് ആണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ അവർ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, ദേശീയ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ അധ്യക്ഷ ആയതുകൊണ്ട് തന്നെ അവർ കേന്ദ്ര കമ്മിറ്റി തുടരട്ടെ എന്ന തീരുമാനമെടുത്തത്. പക്ഷേ ആ ഇളവ് സംസ്ഥാനത്ത് ബാധകമല്ല. അവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നേരത്തെ ഒഴിവാക്കിയതാണ് പ്രായപരിധിയുടെ പേരിൽ എന്ന ഒരു. ഈ സിപിഎമ്മിനെ സംബന്ധിച്ച് അവരുടെ ഘടകങ്ങളിൽ എടുക്കുന്ന തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായി നിലനിർത്താൻ. അങ്ങനെയെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ സൗകര്യങ്ങളും അവർക്കും ലഭിക്കേണ്ടതല്ലേ? പിന്നെ ഏത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരമൊരു തീരുമാനത്തിൽ ഇവിടെയൊക്കെ തുടരുന്ന ആളുമാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ശ്രീമതിയെ അങ്ങനെ മാറ്റി നിർത്താനുള്ളൊരു തീരുമാനം? എന്തുകൊണ്ടാണ് പാർട്ടി നേതൃത്വം, സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറി കേരളത്തിൽ തന്നെയാണല്ലോ, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ മടങ്ങേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത്? അതാണ് ഇനി സിപിഎം വിശദീകരിക്കേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യം ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് ശ്രീമതിയെ സിപിഎമ്മിൽ പ്രായപരിധിയിൽ മറ്റ് A.K. ബാലനെ പോലുള്ള നേതാക്കളൊക്കെ മാറുമ്പോൾ പി.കെ. ശ്രീമതിയെ മാത്രം നിലനിർത്താനുള്ള താല്പര്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടായതിൽ കേരള ഘടകത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ദേശീയ നേതൃത്വത്തിൽ ഇടപെടലാണ്. പ്രത്യേകിച്ചും ബൃന്ദാക്കാരാട്ട് ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വത്തിലുണ്ടായിരുന്ന വനിതാ നേതാക്കളുടെ കൂടി താല്പര്യപ്രകാരമാണ് പി.കെ. ശ്രീമതിയെ അവിടെ നിലനിർത്താനുള്ള തീരുമാനമെടുത്തത്. പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിനും തീരുമാനത്തിനും വിരുദ്ധമായിരുന്നിരിക്കണം. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ ഒരു ഇത്തരമൊരു വെട്ട് നടത്തുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. അസാധാരണമായ വിലക്കാണത്. സിപിഎമ്മിന്റെ സംഘടനാ രീതി അനുസരിച്ച് അത് എത്രത്തോളം ശരിയെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോഴും പാർട്ടിയിലെ പ്രധാനി, നമ്പർ 1 എന്ന ഒരു കാര്യം കൂടി വ്യക്തമാവുകയാണ്. ജനറൽ സെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗത്തിലാണ് പി.കെ. ശ്രീമതിയോട് ഇത്തരത്തിൽ പിണറായി നിലപാട് അറിയിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ സൂചനകൾ. കുറച്ചുകൂടി സ്ഥിരീകരണം അത് വരേണ്ടതുണ്ട്. അവർ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് പിണറായി പറഞ്ഞതെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അസാധാരണമായ ഒരു നടപടിയാണത് പിണറായിയുടേത്. അത്തരമൊരു വിലക്ക് സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടതല്ല. കാരണം പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചാണ് പി.കെ. ശ്രീമതി സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ തുടരുന്നത്. അത്തരമൊരു നേതാവിനെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനുള്ള അനുമതിയുണ്ട്, അധികാരമുണ്ട്. അതുപയോഗിച്ചാണ് പി.കെ. ശ്രീമതി ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. പക്ഷേ അങ്ങനെയല്ല. ആ ഇളവ് കേന്ദ്ര
കമ്മിറ്റിയിൽ മാത്രമാണ്. ഇവിടേക്ക് ഒരു ഇളവുമില്ല എന്ന് പറഞ്ഞ് പിണറായി അവരെ സംസ്ഥാന സെക്രട്ടറിയിൽ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് അവർ മടങ്ങിപ്പോവുകയായിരുന്നു. മാത്രവുമല്ല, ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാന ചുമതല നൽകാറുണ്ട്. ഓരോ ഘടകങ്ങളുടെ ചുമതലയുണ്ട്. ഇ പി ജയരാജനും അതുപോലെ തന്നെ മറ്റു നേതാക്കൾക്കും ഒക്കെ ആ രീതിയിൽ സംഘടന ചുമതല നൽകാറുണ്ട്. അത് ബഹുജന സംഘടനകളുടെയും മറ്റ് പാർട്ടിയുടെ മറ്റ് ഫ്രാക്ഷനുകളുടെയും ഒക്കെ കൺവീനർ സ്ഥാനമൊക്കെ നൽകാറുണ്ട്. ആ ചുമതലയും പി.കെ. ശ്രീമതിക്ക് നൽകിയിട്ടില്ല. മറ്റൊരു കാര്യം കൂടി വ്യക്തമാകേണ്ടത്, പി.കെ. ശ്രീമതി നിലവിൽ CPM-ന്റെ സംസ്ഥാന സമിതി കൊല്ലത്ത് അവസാനിച്ച സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുത്ത സംസ്ഥാന സമിതിയിലില്ല. അവരെ പ്രായപരിധി പേരിൽ ഒഴിവാക്കിയിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിലില്ല. കേന്ദ്ര കമ്മിറ്റി മാത്രമാണുള്ളത്. ഇന്നലെ സംസ്ഥാന സമിതിയിലേക്കുള്ള ക്ഷണിതാക്കളുടെ പട്ടികയും CPM പുറത്തിറക്കിയിരുന്നു. അതിലും തയ്യാറാക്കിയിരുന്നു. അതിലും പി.കെ. ശ്രീമതിയുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ അവർക്ക് സംസ്ഥാനത്ത് ഒരു ഘടകവും ഇല്ലാത്തൊരവസ്ഥ വരും. പക്ഷെ അവർ ഇന്നലെ സംസ്ഥാന സമിതിയിൽ പങ്കെടുത്തിരുന്നു. അതായത് ക്രെഡിറ്റിലാണെന്ന കാര്യം വ്യക്തമാക്കേണ്ടത്. വരും മണിക്കൂറുകളിൽ കുറച്ചുകൂടി വ്യക്തത ഇതിൽ വരുമെന്ന് കരുതാം. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനെത്തിയ പി.കെ. ശ്രീമതിക്ക് പിണറായി വിജയന്റെ വെട്ട്. കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് ഡൽഹിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ശ്രീമതിക്ക് നൽകിയ നിർദ്ദേശം. കൂടുതൽ വിശദമായി തന്നെ നമുക്ക് വരും മണിക്കൂറുകളിൽ ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ